Let us start Matthew the Gospel, chapter 10, verse 20. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിലേക്ക് വേദപുസ്തകത്തെ തിരിക്കാം. പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിന്റെ ആത്മാവത്രേ. For it is not ye that speak, but the Spirit of your Father which speaketh in you. Praise be to his holy name. അവന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. This chapter deals with disciples. ഈ അധ്യായം ശിഷ്യന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. When he sent them to preach, along with that, so many beautiful things as a promise, as a blessings for them, it is written here. പ്രസംഗിക്കേണ്ടതിന് അവരെ അയച്ചപ്പോൾ അനേക അനുഗ്രഹങ്ങളായിട്ട് അത്ഭുതകരമായിട്ട് കാര്യങ്ങളായിട്ട് അവർക്ക് നൽകിയതായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. He said, go to the lost sheep of Israel ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് പോകുവിനെന്ന് താൻ പറഞ്ഞു. and preach about the kingdom of God. ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുകയും When you taken into governors, kings, magistrates, don't worry. നിങ്ങളെ നാടുവാഴിയെടുത്തും അധികാരസ്ഥന്മാരുടെ അടുക്കലേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട. And take no thought how or what ye shall speak. നിങ്ങൾ എന്തു പറയണ്ടോ എങ്ങനെ പറയണ്ടോ എന്ന് ചിന്തിക്കേണ്ട. It shall be given you in that same hour what ye shall speak. നിങ്ങൾ പറയുവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. In that instant he told this passage. ആ സംഭവത്തിൽ ഈ വേദഭാഗം താൻ For അരുളിച്ചെയ്തു. it is not ye that speak, but the Spirit of your Father which speaketh in you. പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിന്റെ ആത്മാവത്രേ. Last week I was listening audio Bible, കഴിഞ്ഞ ആഴ്ച ഓഡിയോ ബൈബിൾ ഞാൻ ശ്രദ്ധിച്ചു. and this passage when I am hearing, ഈ വേദഭാഗം ഞാൻ കേട്ടപ്പോൾ this word stuck in my mind. ഈ വചനം എന്റെ മനസ്സിൽ തറച്ചു. It is not that ye speak, but the Spirit of your Father. പറയുന്നത് നിങ്ങളല്ല, നിങ്ങളുടെ പിതാവിന്റെ ആത്മാവത്രേ. That Spirit which we have received is not an ordinary spirit. നാം പ്രാപിച്ച ആത്മാവ് സാധാരണ ആത്മാവല്ല. So many names given to that Holy Spirit. പരിശുദ്ധാത്മാവിന് പല പേരുകൾ നൽകിയിട്ടുണ്ട്. Holy Spirit, പരിശുദ്ധാത്മാവ്, Spirit of grace, കൃപയുടെ ആത്മാവ്, Spirit of wisdom, ജ്ഞാനത്തിന്റെ ആത്മാവ്, Spirit of understanding, വിവേകത്തിന്റെ ആത്മാവ്, Spirit of faith, വിശ്വാസത്തിന്റെ a ആത്മാവ്, Spirit of love, സ്നേഹത്തിന്റെ ആത്മാവ്, Spirit of hope, പ്രത്യാശയുടെ ആത്മാവ്, eternal Spirit, നിത്യാത്മാവ്, Spirit of glory. തേജസ്സിന്റെ ആത്മാവ്. Like that, so many passages we can read. ഇങ്ങനെ അനേക പേരുകൾ വായിക്കുവാൻ കഴിയും. But this is something special. എന്നാൽ ഇത് തികച്ചും വ്യത്യസ്തമാണ്. Spirit of your Father. നിങ്ങളുടെ പിതാവിന്റെ ആത്മാവ്, It is a Spirit of our Heavenly Father. അത് നമ്മുടെ സ്വർഗീയ പിതാവിന്റെ ആത്മാവാണ്. This is given unto us. ഇത് നമുക്ക് It നൽകപ്പെട്ടിരിക്കുന്നു. is not given unto world. അത് ലോകത്തിന് കൊടുക്കപ്പെട്ടില്ല. It is not given to rich people, wealthy people. അത് സമ്പന്നർക്ക് ധനികർക്ക് കൊടുത്തില്ല. It is not given to any of the renowned people of this world. ഈ ലോകത്തിലെ അറിയപ്പെടുന്ന ജനങ്ങൾക്ക് അത് കൊടുത്തില്ല. But it is given unto us. എങ്കിലുമോ നമുക്കത് നൽകപ്പെട്ടു. So we are special. ആയതുകൊണ്ട് നാം വിശേഷതയുള്ളവരാണ്. And we have received the Spirit of our Father in our lives. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പിതാവിന്റെ ആത്മാവിനെ നാം പ്രാപിച്ചു. It is a wonderful word, wonderful thought. ഇത് അത്ഭുതകരമായ ഒരു ചിന്താവിഷയം തന്നെ. Many times we don't understand the greatness of that Spirit. പലപ്പോഴും ആ ആത്മാവിന്റെ മഹാത്മ്യം നാം മനസ്സിലാക്കാറില്ല. We think every Holy Spirit, it is one and the same. Yes, it is one and the same. At the same time, according to the title, it have different works. പരിശുദ്ധാത്മാവും ഈ ആത്മാവൊക്കെയും ഒന്നു തന്നെയാണെന്ന് നാം പലപ്പോഴും ചിന്തിക്കുന്നു. പക്ഷേ എന്റെ തലക്കെട്ടിന് അനുസരിച്ച് വ്യത്യാസമുണ്ട്. When the Spirit of glory comes, it brings glory. മഹത്വത്തിന്റെ ആത്മാവ് വരുമ്പോൾ അത് മഹത്വം As a കൊണ്ടുവരുന്നു. Spirit of faith, sometimes it works. ചിലപ്പോൾ വിശ്വാസത്തിന്റെ ആത്മാവായി പ്രവർത്തിക്കുന്നു. As a Spirit of truth, sometimes it works. ചിലപ്പോൾ സത്യത്തിന്റെ ആത്മാവായി പ്രവർത്തിക്കുന്നു. So according the title, according the situation, according the need of the person, it works in that person's life. ആ തലക്കെട്ടിനനുസരിച്ച സാഹചര്യത്തിനൊത്തവണ്ണം ആ വ്യക്തിയുടെ ആവശ്യത്തിനൊത്തവണ്ണം അവനിൽ അത് പ്രവർത്തിക്കുന്നു. In a family, different people. ഒരു കുടുംബത്തിൽ വ്യത്യസ്ത ആളുകളുണ്ട്. Servant is there, അവിടെ ദാസന്മാരുണ്ട്, child is there, കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ട്, wife is there, ഭാര്യയുണ്ട്, husband is there, ഭർത്താവുണ്ട്, father is there. പിതാവുണ്ട്. But everyone's spirit is different. എങ്കിലും എല്ലാവരുടെ ആത്മാവ് വ്യത്യസ്തമാണ്. Servant spirit is different. വേലക്കാരന്റെ ആത്മാവ് വ്യത്യാസം, Child spirit is different. കുഞ്ഞിന്റെ ആത്മാവ് വ്യത്യാസമാണ്, Neighbor's spirit is different. അയൽക്കാരുടെ ആത്മാവ് വ്യത്യസ്തമാണ്, Father's spirit is different. അപ്പന്റെ ആത്മാവ് വ്യത്യാസമാണ്. And though everyone have spirit, the spirit to spirit is different. എല്ലാവർക്കും ആത്മാവുണ്ടെങ്കിലും ആത്മാവ് തമ്മിൽ ഭേദമുണ്ട്. In the same way, the Spirit of Father, when it speaks, it gives different meaning
or different blessing to our life. ഇതുപോലെ പിതാവിന്റെ ആത്മാവെന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്ത അർത്ഥവും അനുഗ്രഹങ്ങളും തരുന്നു. While I was in training center, ഞാൻ പരിശീലന കേന്ദ്രത്തിലായിരുന്നപ്പോൾ and Pastor John Paul, he was a training master. പാസ്റ്റർ ജോൺ പോൾ അവറുകൾ ട്രെയിനിങ് മാസ്റ്റർ ആയിരുന്നു. He was very strict. താൻ കർക്കശ സ്വഭാവക്കാരനായിരുന്നു. And generally, no one go to him immediately. പൊതുവിൽ പെട്ടെന്ന് ആരും തന്റെ അടുക്കൽ പോകുകയില്ല. He used to allot duties, whatever we have to do. ഞങ്ങൾ ചെയ്യേണ്ട ചുമതലകൾ താൻ ഏൽപ്പിക്കുമായിരുന്നു. Sometimes it may appear he is a very harsh. ചിലപ്പോൾ താൻ കഠിനൻ എന്ന് തോന്നുമായിരുന്നു. But when we go near unto him, എന്നാൽ തന്റെ അടുക്കൽ ചെല്ലുമ്പോൾ we can understand his spirit is different from others. മറ്റുള്ളവരിൽ നിന്ന് തന്റെ ആത്മാവ് വ്യത്യസ്തമെന്ന് മനസ്സിലാക്കാൻ When കഴിയുമായിരുന്നു. he give the responsibility to younger brothers, ചെറുപ്പക്കാരായ സഹോദരന്മാർക്ക് ചുമതലകൾ നൽകുമ്പോൾ that brothers, they try to show themselves of different way. ആ സഹോദരന്മാർ തങ്ങളെ തന്നെ വ്യത്യസ്ത നിലയിൽ കാണിക്കാൻ ശ്രമിക്കും. For an example, ഉദാഹരണമായി once we were taken into a place to bring that posts for erecting pandal for Chennai convention. ഒരിക്കൽ ആ ചെന്നൈയിൽ കൺവെൻഷന് പന്തലിടുന്നതിന് കഴകളൊക്കെ കൊണ്ടുവരേണ്ടതിന് ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോയി. We had to cut and bring it. ഞങ്ങൾ മുറിച്ച് കൊണ്ടുവരണമായിരുന്നു. Every day we could load only one truck. ഓരോ ദിവസവും ഒരു ട്രക്ക് മാത്രമേ ഞങ്ങൾ നിറച്ചു കൊണ്ടുവരുവാൻ കഴിയൂ. That much was our capacity. അത്രമാത്രമായിരുന്നു ഞങ്ങളുടെ കഴിവ്. One day he said, today I am not coming. You young brothers, you take the responsibility. ഒരു ദിവസം താൻ ഇങ്ങനെ പറഞ്ഞു, ഇന്ന് ഞാൻ വരുന്നില്ല, നിങ്ങൾ ആ സഹോദരന്മാർ ചുമതലയേൽക്കണം. Second year brothers, third year brothers, unto them responsibility was given. 2-3 വർഷങ്ങളായിരുന്ന സഹോദരന്മാർക്ക് ചുമതല കൊടുത്തു. That time I was first year. ആ സമയം ഞാൻ 1-ാം And വർഷമായിരുന്നു. he, to encourage them, he said, let me see how much work you complete this day. അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന് ഇന്ന് എത്ര ജോലി നിങ്ങൾ പൂർത്തിയാക്കുന്നുവെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. That day they become so powerful. അന്ന് അവർ വളരെ ശക്തിയുള്ളവരായി. They start like a taskmasters over us. ഞങ്ങളുടെ മേൽ ഊഴിയ വേലക്കാരെ പോലെ അവർ From morning till evening they were compelling us to work. രാവിലെ മുതൽ വൈകിട്ട് വരെയും ജോലി ചെയ്യുക എന്ന് ഞങ്ങളെ നിർബന്ധിച്ചു. And evening time we could finish one truck off. വൈകുന്നേരത്തെ ഒരു ട്രക്ക് നിറച്ച ഞങ്ങൾക്ക് They പൂർത്തിയാക്കാൻ said it is കഴിഞ്ഞു. not enough. അവർ പറഞ്ഞു പോരാ. And today Pastor John Paul has given duty to finish more. ഇന്ന് അധികം പൂർത്തിയാക്കേണ്ടതിന് പാസ്റ്റർ ജോൺ പോൾ അവറുകൾ ചുമതല തന്നു. So you wait here, we will drop the load there and come back. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ കാത്തിരിക്കുക, ലോഡ് അവിടെ ഇറക്കിയതിനു And ശേഷം by നിങ്ങൾ that വരാം. time you have to cut more and keep it for the second load. അപ്പോഴേക്കും രണ്ടാമത്തെ ലോഡിന് വേണ്ടി നിങ്ങൾ മുറിച്ച് ശേഖരിക്കണം. When the first load reached there, it was around 9 o'clock. ഒന്നാമത്തെ ലോഡ് അവിടെ എത്തിയപ്പോൾ ഏറെക്കുറെ 9 മണിയായി. And it was a winter night. അത് ശൈത്യകാല He രാത്രിയായി. asked, where is the brothers? സഹോദരന്മാർ എവിടെ നിന്ന് താൻ ചോദിച്ചു. And they said, അവർ പറഞ്ഞു, they are in that place where they are cutting the wood. ആ മരം മുറിക്കുന്ന ആ സ്ഥലത്ത് അവർ കാത്തിരിക്കുന്നു. And he got angry like anything. താൻ വല്ലാതെ കോപിച്ചു. He took that same truck and came there. അതേ ട്രക്കിൽ താൻ അവിടെ വന്നു. He said, താൻ പറഞ്ഞു, you don't have my spirit. നിങ്ങൾക്ക് എന്റെ ആത്മാവില്ല. Though you are with me all this time, നിങ്ങൾ ഇക്കാലമൊക്കെയും എന്നോടുകൂടെ ആയിരുന്നെങ്കിലും you don't understand me. നിങ്ങൾ എന്നെ മനസ്സിലാക്കിയില്ല. You are asking them to vigorously work night and day. അവർ രാപകൽ വളരെ അധ്വാനിക്കുവാൻ കഷ്ടപ്പെടുവാൻ നിങ്ങൾ പറയുന്നു. They are working, അവർ ജോലി ചെയ്യുന്നു. but more burden you are putting on them. നിങ്ങൾ അവരുടെ മേൽ അധിക ഭാരം ചുമത്തുന്നു. That time only we understood his mind. അപ്പോഴാവുന്നു തന്റെ മനസ്സ് ഞങ്ങൾ മനസ്സിലാക്കി. On the way he brought lot of things to eat that night. അന്ന് രാത്രി ഭക്ഷിക്കേണ്ടതിന് വളരെയധികം സാധനങ്ങൾ താൻ കൊണ്ടുവന്നു. But his face was different. തന്റെ മുഖം വ്യത്യസ്തമായിരുന്നു. What he said, താൻ എന്തു പറഞ്ഞു? they could work, അവർക്ക് ജോലി ചെയ്യാം, but we should not overburden them. പക്ഷെ അധിക ഭാരം ചുമത്തരുത്. A whole night if they work, next day they will fall sick. രാത്രി മുഴുവൻ അവർ ജോലി ചെയ്താൽ അടുത്ത ദിവസം രോഗികളായി തീരും. Next day they can't work. അടുത്ത ദിവസം ജോലി ചെയ്യാൻ സാധ്യമല്ല. Yes, father's spirit or father's mind is different. അതേ, അപ്പന്റെ ആത്മാവ് മനസ്സ് വ്യത്യസ്തമാണ്. And dear child of God, പ്രിയ ദൈവത്തിലെ, in the same way, spirit of the Father of our heavenly Father is different, and it does different things in our life. ഇതുപോലെ നമ്മുടെ സ്വർഗീയ പിതാവിന്റെ ആത്മാവ് വ്യത്യസ്തമാണ്. അത് നമ്മിൽ വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്യുന്നു. First of all, it makes a person to understand that person as his child. ഒന്നാമതായി ഒരു വ്യക്തി ആ സ്വർഗീയ പിതാവിന്റെ മകനെന്ന് മനസ്സിലാക്കുവാൻ അത് ഇടയാക്കുന്നു. And that person to call him heavenly Father, it yearns. തന്നെ സ്വർഗീയ പിതാവെന്ന് വിളിക്കുവാൻ അത് ഇടയാക്കുന്നു. In a family, they are yearning for children. ഒരു കുടുംബത്തിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ how much wealth they may have, അവർക്ക് എത്ര ധനമുണ്ടായാലും, and how much luxurious thing they may have around, എത്ര ആർഭാടമായ കാര്യങ്ങൾ ചുറ്റുമുണ്ടായാലും, but they have one longing. എന്നാൽ അവർക്കൊരു കാംക്ഷയുണ്ട്. Let me have one child. എനിക്കൊരു കുഞ്ഞുണ്ടാകണം. Let the child call me dad. ആ കുഞ്ഞെന്നെ അപ്പാ എന്ന് Let വിളിക്കണം. the child call me mom. എന്നെ അമ്മയെന്ന് ആ കുഞ്ഞ് വിളിക്കണം. And the child, when they call dad and mom that day, their hearts raptures with joy. ആ കുഞ്ഞ് അപ്പനെയും അമ്മയെയും
അപ്പ അമ്മയെന്ന് വിളിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ വളരെ സന്തോഷമുണ്ടാകും. Until the day that house is empty. അതുവരെ ആ വീട് ശൂന്യമാണ്. When child starts speaking and calling dad and mom, their heart filled with joy and gladness. ആ കുഞ്ഞ് സന്തോഷിക്കുകയും അപ്പനെയും അമ്മയെയും വിളിക്കുവാൻ തുടങ്ങുമ്പോൾ അവരുടെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാകും. Our heavenly Father is also longing like that. നമ്മുടെ സ്വർഗീയ പിതാവ് അങ്ങനെ ആഗ്രഹിക്കുന്നു. Let my child understand I am his father. എന്റെ കുഞ്ഞ് ഞാൻ അവന്റെ പിതാവെന്ന് മനസ്സിലാക്കട്ടെ. Let my child call me father. എന്റെ കുഞ്ഞ് എന്നെ പിതാവെന്ന് വിളിക്കട്ടെ. Let my child be my own child. എന്റെ കുഞ്ഞ് എന്റെ സ്വന്തം കുഞ്ഞായിരിക്കട്ടെ. He has stolen. അവൻ മോഷ്ടിക്കപ്പെട്ടു. He has gone in the captivity of devil. അവൻ പിശാചിന്റെ അടിമത്തത്തിൽ പോയി. Now he is calling him as father. ഇപ്പോൾ അവനെ പിതാവേ എന്ന് അവൻ വിളിക്കുന്നു. That devil or that enemy Satan is ruling over them. ആ പിശാച് സാത്താൻ ശത്രു അവൻ മേൽ വാഴുകയാണ്. I have created him. ഞാൻ അവനെ സൃഷ്ടിച്ചു. But I want to take him back. എങ്കിലും അവനെ എനിക്ക് മടക്കിയെടുക്കണം. And he must be mine in every way. അവൻ എല്ലാ നിലയിലും എന്റേതായിരിക്കണം. And he must be physically, spiritually, in all the ways, he must be my child. അവൻ ശാരീരികമായും ആത്മികമായും എല്ലാ നിലയിലും എന്റെ പൈതലായിരിക്കണം. In Romans chapter 8 verse 15 when we read, റോമാലേഖനം 8-15 വാക്യം വായിക്കുമ്പോൾ, for ye have not received the spirit of bondage again to fear, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, but ye have received the spirit of adoption, നിങ്ങൾ പുത്രത്വത്തിന്റെ ആത്മാവിനെ എത്രയേ പ്രാപിച്ചത്, whereby we cry, Abba, Father. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന, Not the spirit of slavery, അടിമത്വത്തിന്റെ ആത്മാവല്ല, not the spirit of bondage. ദാസ്യത്തിന്റെ ആത്മാവല്ല. We have not received spirit of any other thing, മറ്റൊന്നിന്റെയും ആത്മാവിനെ അല്ല നാം but we പ്രാപിച്ചത്. have received the spirit of adoption. നാം പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചു. This spirit is the spirit of our Father. ഈ ആത്മാവ് നമ്മുടെ പിതാവിന്റെ ആത്മാവാണ്. Spirit of your Father given that confidence in our life. നിങ്ങളുടെ പിതാവിന്റെ ആത്മാവ് അത്രയേ നമ്മുടെ ജീവിതത്തിൽ ധൈര്യം തന്നത്. We are begotten. നാം ജനിപ്പിക്കപ്പെട്ടു. For lively hope we are begotten. ജീവനുള്ള പ്രത്യാശയ്ക്കായി നാം ജനിപ്പിക്കപ്പെട്ടു. We are begotten as the sons of God the Father. പിതാവായ ദൈവത്തിന്റെ പുത്രന്മാരായി നാം ജനിപ്പിക്കപ്പെട്ടു. Now we have to call him Abba, Father. ഇപ്പോൾ നാം അവനെ അബ്ബാ പിതാവേ എന്ന് വിളിക്കണം. Within us there should not be any fear. നമ്മുടെ ഉള്ളിൽ പേടി ഉണ്ടാകരുത്. There should not be any question. ചോദ്യങ്ങളൊന്നും ഉണ്ടാകരുത്. There should not be any doubt in our life. നമ്മുടെ ജീവിതത്തിൽ സംശയം ഉണ്ടാകരുത്. And if we have doubt, നമുക്ക് സംശയമുണ്ടെങ്കിൽ there devil will work. അവിടെ പിശാച് പ്രവർത്തിക്കും. Romans 8:16 when we read, റോമാലേഖനം 8:16 വായിക്കുമ്പോൾ, therefore the spirit itself beareth witness our spirit that we are the children of God. നാം ദൈവത്തിന്റെ മക്കളെന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. Now we have received the spirit of our Father. ഇപ്പോൾ നമ്മുടെ പിതാവിന്റെ ആത്മാവിനെ നാം പ്രാപിച്ചു. That spirit being within us, ആ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. and what it does, അത് ഇരുന്നുകൊണ്ട് എന്ത് it ചെയ്യുന്നു? bears witness. അത് സാക്ഷ്യം You പറയും. are the child of God. നീ ദൈവവൈതലാണ്. You are the child of God. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. And you belongs to God only. നിങ്ങൾ ദൈവത്തിന് മാത്രമുള്ളവരാണ്. And that confidence, ആ ധൈര്യം, that boldness, ആ പ്രാഗൽഭ്യം, that desire to be more and more become closer to him as a child. ഒരു പൈതൽ എന്ന നിലയിൽ അധികമധികം അവനോട് അടുത്തിരിക്കുവാനുള്ള ആഗ്രഹം. In 1 Corinthians chapter 2 verse 12 when we read, 1 കൊരിന്ത്യർ 2-12 വാക്യം വായിക്കുമ്പോൾ, we have not received not the spirit of the world, it is written. നാം ലോകത്തിന്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചതെന്ന് എഴുതിയിരിക്കുന്നു. In Romans 8:15 it is written, ye have not received the spirit of bondage again to fear. റോമാലേഖനം 8:15 ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചതെന്ന് പറഞ്ഞിരിക്കുന്നു. In 1 Corinthians chapter 2 verse 12, 1 കൊരിന്ത്യർ 2-12 വാക്യത്തിൽ, we have received not the spirit of the world, it is written, നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചതെന്നോ എഴുതിയിരിക്കുന്നു. but the spirit of God, ദൈവത്തിന്റെ ആത്മാവിനെ that we might know the things that are freely given to us of God. ദൈവത്തിൽ നമുക്ക് സൗജന്യമായി ലഭിച്ചതിനെ അറിയേണ്ടതിന്. First of all, freely given is a salvation. ഒന്നാമതായി സൗജന്യമായി തന്നത് രക്ഷയാണ്. A second, freely given is Holy Spirit. രണ്ടാമത് സൗജന്യമായി തന്നത് പരിശുദ്ധാത്മാവാണ്. And so many things freely given. അനേക കാര്യങ്ങൾ സൗജന്യമായി തന്നു. First and foremost thing is a salvation. അതിൽ ഏറ്റവും ഒന്നാമത്തെ കാര്യം രക്ഷയാണ്. Us as child of God. ഒരു ദൈവവൈതൽ എന്ന നിലയിൽ Once we were a child of enemy, ഒരിക്കൽ ശത്രുവിന്റെ മക്കളായി നാം and കാണപ്പെട്ടു. we were in the family of enemy. നാം ശത്രുവിന്റെ കുടുംബത്തിലായിരുന്നു. We were sold unto sin. നാം പാപത്തിന് വിൽക്കപ്പെട്ടിരുന്നു. There was no claim of God even over our life. നമ്മുടെ ജീവിതത്തിന് മേൽ ദൈവത്തിന് അവകാശമില്ലായിരുന്നു. In such a way, we were sold under sin. അവിധത്തിൽ പാപത്തിന് നാം വിൽക്കപ്പെട്ടു. But we were purchased by His blood. എങ്കിലും അവന്റെ രക്തത്താൽ നാം വിലയ്ക്ക് And വാങ്ങപ്പെട്ടു. we are anointed. നാം അഭിഷേകം ചെയ്യപ്പെട്ടു. Because we are anointed, നാം അഭിഷേകം ചെയ്യപ്പെട്ടത് now that confidence has come. ഇപ്പോൾ ആ ധൈര്യം വന്നു. My sins are forgiven. എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു. I am having a new birth. എനിക്കൊരു പുതിയ ജനനം ലഭിച്ചു. I am a child of God. ഞാൻ ദൈവവൈതലാണ്. I am in the family of God. ഞാൻ ദൈവത്തിന്റെ കുടുംബത്തിലാണ്. God is my Father.
ദൈവം എന്റെ പിതാവാണ്. Devil doesn't have any power over me. പിശാചിന് എന്റെ മേൽ അധികാരമില്ല. Yes, I'm totally belongs to God and God only. ഞാൻ മുറ്റും ദൈവത്തിന് മാത്രമുള്ളവനാണ്. And because this spirit, our Father's spirit is in us, therefore that attachment has happened. നമ്മുടെ പിതാവിന്റെ ആത്മാവ് നമ്മളിൽ ഉള്ളതുകൊണ്ട് ആ ബന്ധം നമുക്കുണ്ടായിരിക്കുന്നു. Now, the same spirit which is of Father, it is in us. ഇപ്പോൾ ആ പിതാവിന്റെ അതേ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. That same connection or that intimacy has started. അതേ ബന്ധം, അടുപ്പം ആരംഭിച്ചു. Second, രണ്ടാമതായി, spirit of your Father നിങ്ങളുടെ പിതാവിന്റെ ആത്മാവ് that reveals mysteries. അത് മർമ്മങ്ങളെ നമുക്ക് വെളിപ്പെടുത്തുന്നു. And because we are children, നാം മക്കളാകൊണ്ട് He wants to reveal His mind, His mysteries. തന്റെ മനസ്സ്, തന്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തുവാൻ അവൻ ആഗ്രഹിക്കുന്നു. Luke the Gospel chapter 10 verse 21 when we read, ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം വായിക്കുമ്പോൾ, in that hour Jesus rejoiced in spirit. ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞത്, I thank thee, O Father, പിതാവേ, നിനക്ക് ഞാൻ നന്ദി കരേറ്റുന്നു. the Lord of heaven and earth. സ്വർഗ്ഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, Thou hast hid these things from the wise and prudent, നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് hast revealed them unto babes. ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട്, Even so, Father, for it seemed good in thy sight. അതേ പിതാവേ, ഇങ്ങനെ നിനക്ക് പ്രസാദം തോന്നിയല്ലോ. All of a sudden, Jesus rejoiced in spirit, പെട്ടെന്ന് യേശു ആത്മാവിൽ ആനന്ദിച്ചു. and his face full of joy and happiness. തന്റെ മുഖം സന്തോഷത്താൽ ആനന്ദത്താൽ നിറഞ്ഞു. His heart overwhelmed with gladness. തന്റെ ഹൃദയം സന്തോഷത്താൽ നിറഞ്ഞു കവിഞ്ഞു. He praised God. താൻ ദൈവത്തെ വാഴ്ത്തി, I thank thee, Father. പിതാവേ, ഞാൻ നിന്നെ വാഴ്ത്തുന്നു. Thou art the Lord of heaven and earth. നീ സ്വർഗ്ഗത്തിലും ഭൂമിക്കും കർത്താവല്ലയോ? But you hid these things from wise and prudent of this world. നീ ഇവ ലോകത്തിലെ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു. But you have revealed unto babes. നീ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയല്ലോ. Yes, he has revealed unto babes. അതേ ശിശുക്കൾക്ക് അവൻ വെളിപ്പെടുത്തി. Because we are the babes of Christ. നാം ക്രിസ്തുവിന്റെ We are the ശിശുക്കളാകുന്നു. babes of God. നാം ദൈവത്തിന്റെ ശിശുക്കളാണ്. That's why he is revealing unto us. അതുകൊണ്ട് അവൻ നമുക്ക് വെളിപ്പെടുത്തുന്നു. And what he is revealing, താൻ എന്തു വെളിപ്പെടുത്തുന്നു? many mysteries he is revealing. അനേക മർമ്മങ്ങൾ വെളിപ്പെടുത്തുന്നു. I want to tell about two mysteries. രണ്ട് മർമ്മങ്ങളെ കുറിച്ച് പറയുവാൻ First ഞാൻ of all, ആഗ്രഹിക്കുന്നു. mystery of God he reveals. ഒന്നാമത് ദൈവത്തിന്റെ മർമ്മം വെളിപ്പെടുത്തുന്നു. Even in this world, so many educated people are there. ഈ ലോകത്തിൽ അനേക വിദ്യാസമ്പന്നരുണ്ട്. Many grades or degrees they have. അനേക ബിരുദങ്ങളൊക്കെ അവർക്കുണ്ട്. Whole life they are studying. ആയുഷ്കാലം മുഴുവനും അവർ പഠിക്കുന്നു. But they don't understand God. പക്ഷേ ദൈവത്തെ അവർ മനസ്സിലാക്കുന്നില്ല. Their eyes are blind. അവരുടെ കണ്ണുകൾ കുരുടായി. And end of the day, they are only falling prostrate before stones and sand. ദിനാന്ത്യത്തിൽ നോക്കുമ്പോൾ കല്ലിന്റെയും മണ്ണിന്റെയും മുൻപിൽ അവർ സാഷ്ടാംഗം വീഴുന്നു. Just a picture they are worshipping. അവർ ചിത്രത്തെ ആരാധിക്കുന്നു. They have eyes, don't see that. അവർക്ക് കണ്ണുകളുണ്ട്, കാണുന്നില്ല. They have ears, but they don't hear. ചെവികളുണ്ടെങ്കിലും കേൾക്കുന്നില്ല. They have mouth, but they don't speak. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല. They don't have that much understanding to understand, I'm worshipping this. It can't speak, it can't see, it can't understand. സംസാരിപ്പാനും കേൾക്കുവാനും കാണുവാനും കഴിയാത്തതിനെ ആരാധിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനുള്ള വിവേകം But അവർക്കില്ല. God has enlightened our eyes of understanding. പക്ഷേ നമ്മുടെ ഹൃദയദൃഷ്ടികളെ ദൈവം പ്രകാശിപ്പിച്ചു. Why? എന്തുകൊണ്ട്? The spirit of your Father is working in you. നിങ്ങളുടെ പിതാവിന്റെ ആത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട്. The same spirit has come into our life. അതേ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു. That's why in Matthew Gospel chapter 11 verse 27 when we read, അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം വായിക്കുമ്പോൾ, all things are delivered unto me of my Father. എന്റെ പിതാവ് സകലവും എങ്കൽ വരമേൽപ്പിച്ചിരിക്കുന്നു. No man knoweth the Son പിതാവ് പുത്രനെ ആരും അറിയുന്നില്ല, but the Father. പിതാവ് മാത്രമേ അറിയുന്നുള്ളൂ. Neither knoweth any man the Father പിതാവിനെ ആരും അറിയുന്നില്ല, save the Son. പുത്രനൊഴികെ. He to whomsoever the Son will reveal him. പുത്രൻ അവനെ ഇച്ഛിക്കുന്നവനെല്ലാം അവനെ വെളിപ്പെടുത്തുന്നു. This is a mystery. ഇതൊരു മർമ്മമാണ്. See, no man knoweth the Son, ആരും പുത്രനെ അറിയുന്നില്ല, only Father. പിതാവ് മാത്രം. No man knoweth the Father, പിതാവിനെ ആരും അറിയുന്നില്ല, only the Son. പുത്രൻ മാത്രം. Who is Father? Only Son knows. പിതാവ് ആരെന്ന് പുത്രൻ മാത്രം അറിയുന്നു. Only who is Son? Father knows. പുത്രൻ ആരെന്ന് പിതാവ് മാത്രം അറിയുന്നു. They have perfect understanding. അവർക്ക് തികഞ്ഞ ധാരണയുണ്ട്. Then how we understood? നാം എങ്ങനെ മനസ്സിലാക്കി? Unto whom Jesus revealed. യേശു ആർക്ക് And വെളിപ്പെടുത്തുന്നുവോ how he reveals? അവൻ എങ്ങനെ വെളിപ്പെടുത്തുന്നു? Through his Spirit. തന്റെ ആത്മാവിലൂടെ. Now that Spirit is dwelling in us, therefore that secret is revealed. ഇപ്പോൾ ആത്മാവ് നമ്മിൽ വസിക്കുന്നതുകൊണ്ട് രഹസ്യം വെളിപ്പെടുത്തുന്നു. Even though we don't see him, we love him. നാം അവനെ കണ്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. We don't realize him or touch him, but we believe him. നാം അവനെ തൊട്ടറിഞ്ഞില്ലെങ്കിലും വിശ്വസിക്കുന്നു. We know they have a heavenly Father. ഒരു സ്വർഗീയ പിതാവ് ഉണ്ടെന്ന് നാം അറിയുന്നു. More sure that heavenly Father, he is before us and to everyone. നമ്മുടെ എല്ലാവരുടെ മുൻപിൽ സ്വർഗീയ പിതാവ് ഉണ്ടെന്നുള്ളത് വളരെ ഉറപ്പാണ്. And that is a
wonderful thing. അത് അത്ഭുതകരമായ കാര്യമാണ്. So many people not able to imagine. അനേക കാര്യങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുകയില്ല. If we teach or say, unless and until God open their eyes, even they can't imagine there is a God in heaven. നാം പറഞ്ഞാലും പഠിപ്പിച്ചാലും ദൈവം അവരുടെ ഹൃദയത്തെ തുറക്കുന്നില്ലെങ്കിൽ സ്വർഗ്ഗത്തിൽ ദൈവമുണ്ടെന്ന് അവർക്ക് സങ്കല്പിക്കാനോ മനസ്സിലാക്കാനോ About this God കഴിയുകയില്ല. they don't understand. ഈ ദൈവത്തെക്കുറിച്ച് അവർ They say മനസ്സിലാക്കില്ല. there is a power അവർ പറയുന്ന ഒരു ശക്തിയുണ്ട്, and there is a God. ഒരു ദൈവമുണ്ട്. But about God the Father they don't understand. പക്ഷേ പിതാവായ ദൈവത്തെ അവർ മനസ്സിലാക്കുന്നില്ല. Second, രണ്ടാമതായി Christ is the mystery. ക്രിസ്തു മർമ്മമാണ്. And that is also only unto whom it is revealed they can understand. അത് ആർക്ക് വെളിപ്പെടുത്തുന്നു അവർക്കേ മനസ്സിലാക്കുവാൻ കഴിയൂ. They say Jesus was a good man, യേശു നല്ല മനുഷ്യൻ എന്ന് അവർ പറയുന്നു. good teacher, നല്ല ഉപദേശകൻ, good master, നല്ല ഗുരു, good a prophet. നല്ല പ്രവാചകൻ. Like that all religion claim. ഇങ്ങനെ എല്ലാ മതങ്ങളും അവകാശപ്പെടുന്നു. But they don't accept Jesus is a good God. എന്നാൽ യേശു നല്ല ദൈവമെന്ന് അവർ And he അംഗീകരിക്കുന്നില്ല. is the only God they don't understand. അവൻ ഏക ദൈവമെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. But we confess പക്ഷെ നാം ഏറ്റു പറയുന്നു, and we believe. നാം വിശ്വസിക്കുന്നു. How it come? അതെങ്ങനെ വരുന്നു? It is only through the Spirit of God. അത് ദൈവാത്മാവിലൂടെ മാത്രമാണ്. Yes, the Spirit of God revealed this mystery unto us. അതേ ദൈവത്തിന്റെ ആത്മാവിയെ മർമ്മം നമുക്ക് വെളിപ്പെടുത്തുന്നു. That's why Jesus asked, ആയതുകൊണ്ട് യേശു ചോദിച്ചു, whom do men say about me? മനുഷ്യർ എന്നെ ആരെന്ന് പറയുന്നു? What people say about me? ആളുകൾ എന്നെ കുറിച്ച് എന്ത് Some പറയുന്നു? said you are like as Elijah. ചിലർ പറഞ്ഞു നീ ഏലിയാവെന്ന്. Some said you are the prophet. ചിലർ പറഞ്ഞു ആ പ്രവാചകന്മാരിൽ He ഒരുവൻ. was not satisfied with the answer. ആ ഉത്തരം കൊണ്ട് യേശു തൃപ്തിയായില്ല. Jesus asked unto his disciples, യേശു തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ ചോദിച്ചു, but whom say ye that I am? എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? Immediately Simon Peter jumped പെട്ടെന്ന് ശിമോൻ പത്രോസ് തുള്ളിച്ചാടി and he said, താൻ പറഞ്ഞു, the word Christ, നീ ക്രിസ്തുവാകുന്നു, the Son of the living God. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. Jesus said, Shabbos, യേശു അവനോട് ഇപ്രകാരം പറഞ്ഞു, blessed art thou, Simon Barjona. ബർയോനാ ശിമോനീ നീ ഭാഗ്യവാൻ, Flesh and blood hath not revealed these things unto thee, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, but my Father which is in heaven, സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവത്രേ, or Spirit of my Father revealed it. അല്ലെങ്കിൽ എന്റെ പിതാവിന്റെ ആത്മാവ് ഇത് വെളിപ്പെടുത്തി. It is not education. അത് വിദ്യാഭ്യാസമല്ല, It is not anything. അത് മറ്റൊന്നുമല്ല. I asked a child, ഞാനൊരു കുഞ്ഞിനോട് do you ചോദിച്ചു, know my name? എന്റെ പേര് നിനക്കറിയാമോ? The child told, I don't know. ആ കുഞ്ഞു പറഞ്ഞറിയില്ല എന്ന്. I asked the child, why you don't know? എന്തുകൊണ്ട് നിനക്ക് അറിയില്ല എന്ന് ഞാൻ ചോദിച്ചു. And the child answered, ആ കുഞ്ഞു മറുപടി I പറഞ്ഞു, did not go to school, that's why I did not learn. ഞാൻ സ്കൂളിൽ പോയിട്ടില്ലാത്തതുകൊണ്ട് പഠിച്ചില്ല. Small child കൊച്ചു കുഞ്ഞു wisely answered. ബുദ്ധിയോട് ഉത്തരം പറഞ്ഞു. In this world, all the wisdom they are getting from world and from others. ഈ ലോകത്തിൽ മറ്റുള്ളവരിൽ നിന്നും ലോകത്തിൽ നിന്നും ജ്ഞാനം അവർ പ്രാപിക്കുന്നു. What they learn from parents, what they learn from others, what they learn from teachers or from university, they are exercising or putting in their life. മറ്റുള്ളവരിൽ നിന്നോ മാതാപിതാക്കളിൽ നിന്നോ സർവകലാശാലകളിൽ നിന്നൊക്കെയും പഠിക്കുന്നത് ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നു. This Peter never went to school, പത്രോസ് സ്കൂളിൽ പോയതേയില്ല. but he got that wisdom. എങ്കിലും തനിക്ക് ആ ജ്ഞാനം ലഭിച്ചു. This is Christ, the Son of the living God. ഇതോ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. Dear brother, dear sister, പ്രിയ സഹോദരാ this സഹോദരി, mystery, ഈ മർമ്മം more than any mysteries, മറ്റേത് മർമ്മത്തേക്കാളും understanding about God, ദൈവത്തെ കുറിച്ച് അറിയുക, understanding about Jesus, യേശുവിനെ അറിയുക, it is revealed unto us. അത് നമുക്ക് വെളിപ്പെടുത്തപ്പെട്ടു. And it is graciously revealed unto us. It is because of our Father's Spirit. അതേ പിതാവിന്റെ ആത്മാവ് മുഖാന്തരം കൃപയാൽ അത് നമുക്ക് വെളിപ്പെടുത്തപ്പെട്ടു. Thirdly, മൂന്നാമതായി, the Spirit, when it comes in our life, ഈ ആത്മാവ് നമ്മിൽ വരുമ്പോൾ it comforts us. അത് നമ്മെ ആശ്വസിപ്പിക്കുന്നു. In John the Gospel 15:26, when we read, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം വായിക്കും. when the Comforter is come, ആശ്വാസപ്രദൻ വരുമ്പോൾ, whom I will send unto you, ഞാൻ നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥൻ, that from Father, പിതാവിന്റെ അടുക്കൽ even the Spirit of truth, സത്യാത്മാവ് വരുമ്പോൾ, which proceedeth from the Father, പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന he shall സത്യാത്മാവ് testify of me. അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. This is the Spirit of Father. ഇത് പിതാവിന്റെ ആത്മാവാണ്. This is Spirit of truth. ഇത് സത്യത്തിന്റെ It ആത്മാവാണ്. is proceeded from the Father. അത് പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്നു. It's a comforter. അവൻ ആശ്വാസപ്രദനാണ്. In John the Gospel 14:26, when we read, യോഹന്നാന്റെ സുവിശേഷം 14-26 വായിക്കുമ്പോൾ, the Comforter, which is the Holy Ghost, whom the Father will send in my name, എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ he shall teach you all things, നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. bring all things unto your remembrance, സകലവും നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരും. and whatsoever I have said unto you. ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും. This Comforter
when it comes, ഈ ആശ്വാസപ്രദനം വരുമ്പോൾ and many works it does, അനേക പ്രവൃത്തികൾ അത് it ചെയ്യുന്നു. reminds the truth. അത് സത്യം ഓർമ്മപ്പെടുത്തും, It reveals truth. അത് സത്യത്തെ നമുക്ക് വെളിപ്പെടുത്തും, It testify about Jesus അത് Christ. യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയും, Especially, it comforts. പ്രത്യേകിച്ച് അത് ആശ്വസിപ്പിക്കുന്നു. It was in Jesus Christ. അത് യേശുവിലുണ്ടായിരുന്നു. I give one incident in Jesus' life. യേശുവിന്റെ ജീവിതത്തിലെ ഒരു സംഭവം ഞാൻ പറയാം. While he was hanging on the cross of Calvary, കാൽവരി ക്രൂശിൽ യേശു തൂങ്ങിക്കിടക്കുമ്പോൾ and how much pain, എത്രയധികം വേദന, and how much agony, എത്രയധികം മനോവേദന, loneliness, ഏകാന്തത, rejection, തള്ളപ്പെടൽ, shame. ലജ്ജ. He is supposed to be endured greatest agony or greatest comfortlessness that time. ഏറ്റവും വലിയ വേദനയും ആശ്വാസമറ്റ അനുഭവം അപ്പോൾ താൻ അനുഭവിച്ചു. But within him a great comfort. എന്നാൽ തന്റെ ഉള്ളിൽ ഒരു വലിയ ആശ്വാസം ഉണ്ടായിരുന്നു. Who gave that comfort? ആ ആശ്വാസം ആർ നൽകി? In Hebrews 12 it is written, എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, the joy which was set before him, തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം, within him a comfort, a joy was there. തന്റെ ഉള്ളിൽ ഒരു ആശ്വാസം, ഒരു സന്തോഷം I ഉണ്ടായിരുന്നു. am going to get a group of people. ഒരു കൂട്ടം ജനത്തെ എനിക്ക് ലഭിക്കാൻ I am പോകുന്നു. going to get a bridal church. എനിക്കൊരു മണവാട്ടി സഭയെ ലഭിക്കാൻ പോകുന്നു. And by this, a great number of people going to stand in Zion and Jerusalem. ഇത് മുഖാന്തരം ഒരു വലിയൊരു അസംഖ്യം ജനം സിയോനിലും യെരൂശലേമിലും നിൽക്കാൻ പോകുന്നു. By my sacrifice, a great number of people will become worthy for heaven. എന്റെ യാഗം മുഖാന്തരം ഒരു വലിയ കൂട്ടം ജനം സ്വർഗത്തിന് യോഗ്യരാകാൻ പോകുന്നു. I am suffering this much, ഞാൻ ഇത്ര കണ്ട് കഷ്ടപ്പെട്ട് but അനുഭവിക്കുന്നു, this will not go waste. പക്ഷേ ഇത് പാഴാകയില്ല. This will be redemption for billions of people. ഇത് കോടിക്കണക്കിന് ജനങ്ങൾക്ക് വീണ്ടെടുപ്പായി തീരും. That become a joy. അതൊരു സന്തോഷമായി, That become a comfort. അതൊരു ആശ്വാസമായി. That comfort who gave to Jesus, ആ ആശ്വാസം യേശുവിന് ആറ് കൊടുത്തു? and Holy Spirit being in Jesus, it reminded him and kept his mind in comfort. പരിശുദ്ധാത്മാവ് യേശുവിൽ ഇരുന്നു കൊണ്ട് ഓർമ്മപ്പെടുത്തി ആശ്വാസമായി തന്റെ മനസ്സിനെ സൂക്ഷിച്ചു. Otherwise his mind would have been scattered that time. അല്ല എങ്കിൽ ആ സമയം തന്റെ മനസ്സ് ചിതറിപ്പോയനെ. Reproach have broken his heart, നിന്ന തന്റെ മനസ്സിനെ തകർത്തു. and scourging, beatings have broken his body. കോലുകൊണ്ടടിയും ചാട്ടവാറടിയും തന്നെ തകർത്തു. From head to toe there was not a single place left unbeaten. മുകൾ തൊട്ടടിയോളം അടിക്കപ്പെടാത്ത ഇടമില്ലായിരുന്നു. In such a pain, അത്ര കണ്ടു വേദന, rejection, തള്ളപ്പെടൽ, shame, ലജ്ജ, loneliness, തള്ളപ്പെടലും ഏകാന്തതയും. but within him എന്നാൽ തന്റെ ഉള്ളിൽ a confidence, ഒരു ധൈര്യം, a joy, ഒരു സന്തോഷം, a comfort. ഒരു ആശ്വാസം. Holy Spirit being in him commanded. തന്റെ ലായിരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് അത് കൽപ്പിച്ചു. That's why Spirit of your Father works. അതുകൊണ്ട് പിതാവിന്റെ ആത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കുന്നു. Spirit of our Father works to give comfort or courage, boldness, confidence, and to have a joy in our lives in any situation. നമ്മുടെ പിതാവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ഏതൊരു സാഹചര്യത്തിലും സന്തോഷവും ആനന്ദവും ധൈര്യവും പ്രാഗൽഭ്യവും ആശ്വാസവും തരുന്നു. Fourthly, നാലാമതായി the Spirit of our Father നമ്മുടെ പിതാവിന്റെ ആത്മാവ് being in us, നമ്മുടെ ഉള്ളിൽ ഇരുന്നു it gives wisdom and revelation. അത് ജ്ഞാനവും വെളിപ്പാടും തരുന്നു. In Ephesians chapter 1 verse 17 when we read എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം that the വായിക്കുമ്പോൾ God of our Lord Jesus Christ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവം, the Father of glory, മഹത്വമുള്ള പിതാവും, may give unto you the spirit of wisdom and revelation in the knowledge of him. നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിനെയും വെളിപ്പാടിന്റെ ആത്മാവിനെ തരേണ്ടതിനും, That the God of our Lord Jesus Christ and the Father of glory may give unto you the spirit of wisdom and revelation in the knowledge of him. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിനെയും വെളിപ്പാടിന്റെ ആത്മാവിനെ തരേണ്ടതിനും, Of this revelation, ഈ വെളിപ്പാട്, this understanding, ഈ അറിവ്, it is not given to all Christians. അതെല്ലാ ക്രിസ്ത്യാനികൾക്കും കൊടുക്കപ്പെട്ടിട്ടില്ല. Even in the Christians, unto some it is given. ക്രിസ്ത്യാനികൾക്കുള്ളിൽ ചിലർക്ക് കൊടുക്കപ്പെട്ടിരിക്കും. When they get it, അവർക്കത് ലഭിക്കുമ്പോൾ they become excellent. അവർ ശ്രേഷ്ഠരാകുന്നു. See, Daniel, ദാനിയേലിനെ നോക്കുക. Shadrach, Meshach, Abednego, ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നിവർ they were 10 times better than others. അവർ മറ്റുള്ളവരെക്കാൾ 10 ഇരട്ടി വിശിഷ്ടരായിരുന്നു. And that much wisdom and understanding given to them. അത്രയധികം ജ്ഞാനവും വിവേകവും അവർക്ക് കൊടുക്കപ്പെട്ടു. It was not from anyone. അത് മറ്റാരിൽ നിന്നുമല്ല, They got directly from God. അവർക്ക് നേരിട്ട് ദൈവത്തിൽ നിന്ന് ലഭിച്ചു. Solomon got that. ശലോമോന് അത് ലഭിച്ചു. In New Testament, പുതിയ നിയമത്തിൽ God wants to give it to us. ദൈവം നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നു. So when we yield ourselves to the Holy Spirit, നമ്മെ തന്നെ പരിശുദ്ധാത്മാവിന് സമർപ്പിക്കുമ്പോൾ, when we desire that, നാം ആഗ്രഹിക്കുമ്പോൾ, that understanding and wisdom God given to us, gives us. അറിവും ജ്ഞാനവും ദൈവം നമുക്ക് തരുന്നു. In Job chapter 32:8 when we read, യോബിന്റെ പുസ്തകം 32-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ, there is a spirit in man, മനുഷ്യനിൽ ഒരു ആത്മാവുണ്ട്, and the inspiration of the Almighty giveth them understanding, it is written. എന്നാൽ മനുഷ്യനിൽ ആത്മാവുണ്ടല്ലോ, സർവശക്തന്റെ ശ്വാസം അവർക്ക് വിവേകം നൽകുന്നു എന്ന് Yes, പറഞ്ഞിരിക്കുന്നു. the
Spirit of the Almighty, inspiration of the Almighty giveth understanding. സർവശക്തന്റെ ആത്മാവ് പ്രചോദനം, അവർ വിവേകം നൽകുന്നു. On Jesus Christ it came and he gave a quick understanding. യേശുവിൽ അത് വിവേകത്തിന്റെ ആത്മാവായി കൊടുത്തു. When he saw the public, whatever they thought, he could understand. ജനങ്ങളെ, പുരുഷാരത്തെ സംബോധന ചെയ്തപ്പോൾ അവർ എന്ത് ചിന്തിച്ചുവെന്ന് യേശുവിനെ മനസ്സിലാക്കുവാൻ With what കഴിഞ്ഞു. intention they are coming? എന്തുദ്ദേശത്തോടെ അവർ വരുന്നു? With what intention they are raising this question? എന്തുദ്ദേശത്തോടെ ഈ ചോദ്യം അവർ ചോദിക്കുന്നു? Whether they have genuine question, അവർക്ക് പരമാർത്ഥ ചോദ്യമുണ്ടോ? or to trap, അതോ കെണിയിൽപ്പെടുത്തുവാനോ, or to put him to death. അല്ലെങ്കിൽ തന്നെ കൊല്ലുവാനോ? He had sufficient wisdom, തനിക്ക് ആവശ്യമായ ജ്ഞാനമുണ്ടായിരുന്നു. and it given through anointing of the Holy Spirit. അത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൂടെ കൊടുക്കപ്പെട്ടു. Therefore in Proverbs chapter 20 verse 27 when we read, അതുകൊണ്ട് സദൃശവാക്യം 20:27 വായിക്കുമ്പോൾ, Spirit of the man is the candle of the Lord, മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം, searching all the inward parts of the belly. അത് ഉദരത്തിന്റെ അറകളെയൊക്കെ ശോധന ചെയ്യുന്നു. It is a candle of the Lord. അത് യഹോവയുടെ ദീപമാണ്. As a wisdom, understanding, it brightens our life. അത് ജ്ഞാനമായി വിവേകമായി നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്നു. Finally, ഒടുവിലായി Matthew chapter 10:20, that key verse when we read, മത്തായിയുടെ സുവിശേഷം 10:20 കുറിവാക്യം വായിക്കുമ്പോൾ, it is not that ye speak, നിങ്ങളല്ല പറയുന്നത്, but the spirit of your fathers which is speaketh in you. നിങ്ങളിൽ പറയുന്നത് നിങ്ങളുടെ പിതാവിന്റെ ആത്മാവത്രേ. Yes, we have to believe the spirit which is given to us, it is not any other spirit, it is a spirit of our Father. അതേ, നാം ഇങ്ങനെ വിശ്വസിക്കണം, നമുക്ക് നൽകപ്പെട്ട ആത്മാവ് മറ്റൊന്നുമല്ല, പിതാവിന്റെ ആത്മാവത്രേ. The same spirit. അതേ ആത്മാവ്. What a wonderful God we serve. നാം സേവിക്കുന്ന എത്ര അത്ഭുതവാനായ What a ദൈവത്തെ, lovely God. എത്ര സ്നേഹവാനായ ദൈവം. He wants to change us like unto himself. നമ്മെ തന്നെ പോലെ അവൻ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. In the Father's kingdom we have to stand. പിതാവിന്റെ രാജ്യത്തിൽ നാം നിൽക്കണം. With Father, before Father we have to stand. പിതാവിന്റെ മുൻപിൽ നാം നിൽക്കണം. As a child we can't go there, ഒരു പൈതലായി നമുക്കവിടെ പോകാൻ കഴിയുകയില്ല. and as a servant we can't go there. ഒരു ദാസരായി പോകുവാൻ കഴിയുകയില്ല. In his image and likeness we can reach there. തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും അവിടെ എത്തുവാൻ We കഴിയും. have to grow to the fullness of Christ. നാം ക്രിസ്തുവിന്റെ തികവിലേക്ക് We വളരണം. have to grow to the fullness of God the Father. നാം പിതാവായ ദൈവത്തിന്റെ തികവിലേക്ക് വളരണം. Be a child of God. പ്രിയ ദൈവത്തിലെ, Let the Spirit of God being in us speak to us. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് It is സംസാരിക്കട്ടെ. about Father's Spirit. അത് നമ്മുടെ പിതാവിന്റെ ആത്മാവാണ്. To make each and every one like Father he has given. പിതാവിനെ പോലെ നമ്മെ ഓരോരുത്തരെയും ആക്കേണ്ടതിന് അത് That's why it നൽകപ്പെട്ടു. is written, അതുകൊണ്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, be holy as your heavenly Father is holy. നിങ്ങളുടെ സ്വർഗീയ പിതാവ് അവിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരാകും. Be perfect as your heavenly Father is perfect. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്ന പോലെ നിങ്ങൾ Be സൽഗുണപൂർണ്ണരാകും. merciful as your heavenly Father is merciful. നിങ്ങളുടെ സ്വർഗീയ പിതാവ് കരുണയുള്ളവനായതുപോലെ നിങ്ങളും Unto കരുണയുള്ളവനാകും. his standard to reach that Spirit is given. അവന്റെ നിലവാരത്തിലൊത്ത് വളരുവാൻ ആ ആത്മാവിനെ തന്നിരിക്കുന്നു. What a wonderful Spirit. എത്ര അത്ഭുതമായ What a ആത്മാവ്, lovely Spirit. എത്ര സ്നേഹമുള്ള ആത്മാവ്, What a generous God. എത്രയോ ഉദാരശീലനായ ദൈവം. Yes, he has removed our fear and given the spirit of adoption. അതേ, അവൻ നമ്മുടെ ഭയത്തെ നീക്കി പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്നു. He has revealed mysteries in our life. അവൻ മർമ്മങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി. About God, about Jesus Christ, he made us to understand. ദൈവത്തെ കുറിച്ച്, യേശുവിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി As a comforter, he is being with us. ആശ്വാസപ്രദനായി നമ്മുടെ ഉള്ളിൽ അവനുണ്ട്. He gives us wisdom and revelation. അവർ ജ്ഞാനവും വെളിപ്പാടും തരുന്നു. And not only being in us, he speaks. അത് മാത്രമല്ല, നമ്മുടെ ഉള്ളിലിരുന്ന് He is സംസാരിക്കുന്നു. child of God. അതേ പ്രിയ That ദൈവമേ, unknown tongue, what you speak, അന്യഭാഷയിൽ നീ സംസാരിക്കുമ്പോൾ it is not your word. അത് നിന്റെ വാക്കല്ല, It is not your trying. അത് നിന്റെ പരിശ്രമമല്ല, It is your Father's Spirit. അത് നിന്റെ പിതാവിന്റെ ആത്മാവത്രേ. That gifts which is operating in and through you. നിന്നിലൂടെ പ്രവർത്തിക്കുന്ന വരം, It is not from you. അത് നിന്നിൽ നിന്നല്ല, It is your Father's Spirit. അത് നിന്റെ പിതാവിന്റെ ആത്മാവിൽ Let us all respect it. നാം അതിനെ ബഹുമാനിക്കാം. Children, respect the Spirit. കുഞ്ഞുങ്ങൾ ആത്മാവിനെ ബഹുമാനിപ്പീൻ. Everyone receive that Spirit. എല്ലാവരും ആത്മാവിനെ പ്രാപിക്കുവീൻ. Let everyone cover that Spirit. എല്ലാവരും ആത്മാവിനെ വാഞ്ചിപ്പീൻ. My Father's Spirit must be seen in me. എന്റെ പിതാവിന്റെ ആത്മാവ് എന്നിൽ കാണണം. That's why Word of God says, അതുകൊണ്ട് തിരുവചനം പറയുന്നു, if anyone doesn't have His Spirit, he is not His. ആരെങ്കിലും അവന്റെ ആത്മാവിനെ പ്രാപിച്ചില്ലെങ്കിൽ അവനുള്ളവനല്ല. Yes, if we have His Spirit, then only we will become His. അതേ, അവന്റെ ആത്മാവിനെ നാം പ്രാപിച്ചുവെങ്കിലേ അവനുള്ളവരാകും. If His Spirit works in us, we will become totally belongs to Him. ഈ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ മുറ്റും നാം അവനുള്ളവരാകുന്നു. Ask the Lord, ask the Lord. കർത്താവിനോട് ചോദിപ്പീൻ, Let your Spirit work in me. കർത്താവേ, നിന്റെ ആത്മാവ് എന്നിൽ പ്രവർത്തിക്കട്ടെ. Your Spirit work in me. നിന്റെ ആത്മാവ് എന്നിൽ പ്രവർത്തിക്കട്ടെ. Father's Spirit work in me. പിതാവിന്റെ ആത്മാവ് എന്നിൽ That പ്രവർത്തിക്കട്ടെ. mature Spirit work in me.
ആ പക്വതയാർന്ന ആത്മാവിനിൽ പ്രവർത്തിക്കട്ടെ. That fullness, let it work in me. ആ നിറവിനിൽ പ്രവർത്തിക്കട്ടെ. That greatness work in me. ആ മഹത്വമെന്നിൽ That പ്രവർത്തിക്കട്ടെ. heavenly experience work in me. ആ സ്വർഗീയ അനുഭവമെന്നിൽ I പ്രവർത്തിക്കട്ടെ. should not be childish. ഞാൻ ബാലിശമാകരുത്. I should not be in bondage. ഞാൻ ബന്ധനത്തിലാകരുത്. I should not be backslided one. ഞാൻ പിന്മാറ്റക്കാരനാകരുത്. I must be excellent one. ഞാൻ വിശിഷ്ടനാകണം. Let your Father Spirit work in you. നിന്റെ പിതാവിന്റെ ആത്മാവിനിൽ പ്രവർത്തിക്കട്ടെ. പരിശുദ്ധാത്മാവേ ആദിയിലെന്ന പോലിറങ്ങണമേ. ല്ലോ കത്തൻ വരവു സമീപമല്ലോ. സമീപമല്ലോ. ആത്മനദി കവിഞ്ഞൊഴുകിടട്ടെ കൃപയെന്നദീ. കാറ്റായി കൊടുങ്കാറ്റായി അഗ്നിയഭിഷേകം ഇറങ്ങിടട്ടെ. കൊടുമുഴക്കത്തോടെ കാറ്റായി കൊടുങ്കാറ്റായി അഗ്നിയഭിഷേകം ഇറങ്ങിടട്ടെ. പരിശുദ്ധാത്മാവേ ആദിയിലെന്ന പോലിറ ആത്മാവേ ആദിയിലെന്ന പോലിറങ്ങണമേ. സമീപമല്ലോ കാലമല്ലോ. കത്തൻ വരവു സമീപമല്ലോ. കവിഞ്ഞൊഴുകിടട്ടെ കൃപയെന്നതേ. മുഴക്കത്തോടെ കാറ്റായി കൊടുങ്കാറ്റായി അഭിഷേകം ഇറങ്ങിടട്ടെ. കൊടുമുഴക്കത്തോടെ കൊടുങ്കാറ്റായി അഭിഷേകം ഇറങ്ങിടട്ടെ. കൊടുമുഴക്കത്തോടെ If you lost that hope today, let that hope come in your life. ഈ ആ പ്രത്യാശ എനിക്ക് നഷ്ടമായെങ്കിൽ ഇന്ന് ആ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ വരട്ടെ. By his blood I am adopted. അവന്റെ രക്തത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടു. Through Jesus I am adopted. യേശുവിനാൽ ഞാൻ ദത്തെടുക്കപ്പെട്ടു. I am the child of God. ഞാൻ ദൈവപൈതലാണ്. I am the child of God. ഞാൻ ദൈവപൈതലാണ്. He is my father. അവൻ എന്റെ പിതാവാണ്. I am his son. ഞാൻ അവന്റെ പുത്രനാണ്. Then there is no place for spirit of bondage. അങ്ങനെയെങ്കിൽ പിന്നെ ദാസ്യത്തിന്റെ ആത്മാവിന് ഇടമില്ല. There is no place for fear. ഭയത്തിന് ഇടമില്ല. There is no place for discouragement. അധൈര്യത്തിന് ഇടമില്ല. There is no place for question. ചോദ്യങ്ങൾക്ക് ഇടമില്ല. Today, first of all, you receive that anointing. ഇന്നൊന്നാമത് നീ ആ അഭിഷേകം Let that പ്രാപിക്കുക. confidence come in your life. ആ ധൈര്യം നിന്നിൽ വരട്ടെ. I am child of God. ഞാൻ ദൈവപൈതലാണ്. I am child of God. ഞാൻ ദൈവപൈതലാണ്. Nothing will happen except my God permits. എന്റെ ദൈവം അനുവദിക്കാതെ എന്നിൽ ഒന്നും സംഭവിക്കില്ല. My God is everything. എന്റെ ദൈവം എല്ലാമാണ്. My God is having control over my life. എന്റെ ജീവിതത്തിന്മേൽ എന്റെ ദൈവത്തിനാണ് നിയന്ത്രണം. I am not a servant. ഞാൻ ദാസനല്ല. I am a son. ഞാൻ പുത്രനാണ്. I am not a servant. ഞാൻ ദാസനല്ല. I am a son. ഞാൻ പുത്രനാണ്. I am his own son. ഞാൻ അവന്റെ സ്വന്തം പുത്രൻ. He has begotten me. അവൻ എന്നെ ജനിപ്പിച്ചു. Oh, I am in his hand. ഞാൻ അവന്റെ പുത്രൻ. Open your mouth and say. നിങ്ങളുടെ വായ് തുറന്ന് പറയുവിൻ. Open your mouth and say. വായ് തുറന്ന് പറയുവിൻ. Spirit of God spoke to us. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചു. And don't give room for discouragement. അധൈര്യത്തിന് ഇടം കൊടുക്കരുത്. And this spirit is not from me. ഈ ആത്മാവ് എന്നിൽ നിന്നല്ല. The spirit of discouragement is not from me. അധൈര്യത്തിന്റെ ആത്മാവ് എന്നിൽ നിന്നല്ല. The thoughts you are entertaining, that is not from me. നിങ്ങൾ ഇപ്പോൾ വച്ചുകൊണ്ടിരിക്കുന്ന ആ ചിന്ത എന്നിൽ നിന്നല്ല. God is encouraging you. ദൈവം നിന്നെ ധൈര്യപ്പെടുത്തുന്നു. Yes, dear child of God, receive that anointing. അതേ പ്രിയ ദൈവത്തിലെ ആ അഭിഷേകം പ്രാപിപ്പീൻ. Cast out discouragement. അധൈര്യത്തിന്റെ ആത്മാവിനെ നീക്കി കളയുവിൻ. And let it go away. അത് വിട്ടുപോകട്ടെ. In the name of Jesus. യേശുവിൻ നാമത്തിൽ. In the name of Jesus. യേശുവിൻ നാമത്തിൽ. Let that confidence come through the Spirit of God. ദൈവാത്മാവിലൂടെ ധൈര്യം വരട്ടെ. Amen.
Dear child of God, that understanding about your heavenly Father and Son Jesus Christ, it is not enough. പ്രിയ ദൈവമേ, നിന്റെ സ്വർഗീയ പിതാവിനെയും പുത്രനായ യേശുവിനെയും കുറിച്ചുള്ള നിന്റെ അറിവ് പോരാ. It is, you have, but it is little. നിനക്ക് ഉണ്ടെങ്കിലും അല്പമാണ്. Let the Spirit of God enter into your life. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ Let your Father's Spirit enter into you. നിന്റെ പിതാവിന്റെ ആത്മാവ് നിന്നിൽ വരട്ടെ. Let Him open your eyes of understanding നിന്റെ ഹൃദയദൃഷ്ടിയെ അവൻ തുറക്കട്ടെ. to understand about your Father നിന്റെ പിതാവിനെ അറിയുവാൻ, and His riches അവന്റെ ധനം and His അറിയുവാൻ, glory അവന്റെ മഹത്വം and അറിയുവാൻ, His holiness അവന്റെ വിശുദ്ധി and His അറിയുവാൻ, righteousness അവന്റെ നീതി and അറിയുവാൻ, His love അവന്റെ സ്നേഹം, and His gentleness അവന്റെ സൗമ്യത, and about His eternal plan, അവന്റെ to നിത്യപദ്ധതിയെക്കുറിച്ച്, understand about God, ദൈവത്തെക്കുറിച്ച് അറിയുവാൻ, understand about Jesus Christ. യേശുക്രിസ്തുവിനെ അറിയുവാൻ. Let the Father's Spirit enter into you now. പിതാവിന്റെ ആത്മാവ് ഇപ്പോൾ നിന്നിൽ വരട്ടെ. Now receive that Spirit and start understanding, exploring Him. ഇപ്പോൾ അവന്റെ ആത്മാവിനെ പ്രാപിച്ചവനെ അറിയുവാൻ തുടങ്ങുവീൻ. From today onwards, ഇന്നു മുതൽ you must go on understanding Him. നീ അവനെ അറിഞ്ഞുകൊണ്ടേ പോകും. You must go on realize Him. നീ അവനെ തിരിച്ചറിഞ്ഞു പോകും. You must go deeper and deeper in God. നീ ദൈവത്തിൽ ആഴത്തിൽ About God and Jesus Christ, you have to understand. ദൈവത്തെക്കുറിച്ചും യേശുവിനെക്കുറിച്ചും നീ That അറിഞ്ഞിരിക്കണം. mystery you must understand. ആ മർമ്മം നീ അറിയണം. And that is His desire. അതവന്റെ ആഗ്രഹമാണ്. Yes, dear child of God, അതേ പ്രിയ ദൈവമേ, open your mouth and ask the Lord. നിന്റെ വായെ തുറന്ന് കർത്താവിനോട് He will ചോദിക്കുക. enlighten your eyes of understanding. നിന്റെ ഹൃദയദൃഷ്ടികളെ അവൻ പ്രകാശിപ്പിക്കും. And your brain, your mind will work in different level. നിന്റെ തലച്ചോറ് നിന്റെ മനസ്സ് വ്യത്യസ്ത നിലയിൽ പ്രവർത്തിക്കും. And you will go on understanding the heavenly mysteries, സ്വർഗീയ മർമ്മങ്ങളെ നീ അറിഞ്ഞുകൊണ്ട് eternal mysteries, നിത്യമർമ്മങ്ങൾ which is hidden hidden unto others. It will be revealed unto you. മറ്റുള്ളവർക്ക് മറയ്ക്കപ്പെട്ടത് നിനക്ക് വെളിപ്പെടുത്തപ്പെടും. Open your mouth and ask the Lord. നിന്റെ വായെ തുറന്ന് കർത്താവിനോട് Open your mouth and ask the Lord. വായ് തുറന്ന് ചോദിപ്പീൻ. Lord, I must know you. കർത്താവേ, നിന്നെ എനിക്കറിയണം. I must know about Jesus Christ. യേശു Even now, I shall pour my spirit upon all the people, those who are pouring their heart as water in my presence. My people, those who have lost their anointing and also the heavenly and the spiritual gifts that I have given unto them, behold, if you shall return unto me with conviction, surely I shall even now again pour my anointing upon them, thus saith the Lord. Amen. Amen. I see a group of youths seated here in my presence who are having a pure heart and a guileless heart. Behold, according to my promise, even in the last days, I shall pour upon my spirit. Even now, I am pouring my spirit upon them. Thus saith the Lord of hosts. Amen. 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 Dear brother, dear sister, പ്രിയ സഹോദരാ, your Father's Spirit is going to stand by you. നിന്റെ പിതാവിന്റെ ആത്മാവ് നിന്നോടൊപ്പം നിൽക്കാൻ പോകുന്നു. It is going to comfort you. അത് നിന്നെ ആശ്വസിപ്പിക്കാൻ പോകുന്നു. Others may reject you, മറ്റുള്ളവർ നിന്നെ തള്ളിയേക്കാം. and they may criticize you, നിന്നെ അവർ വിമർശിച്ചേക്കാം. and they may reject you, നിന്നെ they may തള്ളിക്കളഞ്ഞേക്കാം. reproach you, നിന്നെ നിന്ദിച്ചേക്കാം. and they may misidentify you. നിന്നെ തെറ്റിദ്ധരിച്ചേക്കാം. Whatever they do, അവർ എന്ത് ചെയ്താലും your Father's Spirit is going to stand by you. നിന്റെ പിതാവിന്റെ ആത്മാവ് നിന്റെ ചാരയെ നിൽക്കാൻ It will പോകുന്നു. comfort you. അത് നിന്നെ ആശ്വസിപ്പിക്കും. That stood with Jesus, അത് യേശുവിനോടുകൂടെ നിന്നു. that helped Jesus to conquer. അത് യേശു ജയിപ്പാനിടയാക്കി. Jesus conquered it. യേശു ജയിച്ചു. Yes, in his life, that comfort was there. തന്റെ ജീവിതത്തിൽ അതേ ആശ്വാസം ഉണ്ടായിരുന്നു. In the time of million times, a powerful problems or pain and agony കോടിക്കണക്കിന് അധികമായ വേദനയും മനോവേദനയും വന്നപ്പോൾ within him,
തന്റെ ഉള്ളിൽ that comfort was there. ആശ്വാസമുണ്ടായിരുന്നു. Dear brother, dear sister, പ്രിയ സഹോദരാ സഹോദരി, yes, that comfort is going to stand by you. അതേ ആശ്വാസപ്രദം നിന്റെ ചാരെ നിൽക്കാൻ Ask the Lord, ask the Lord. കർത്താവിനോട് ചോദിപ്പീൻ. You will have a different confidence. നിനക്ക് തീർച്ചയായും ഒരു ധൈര്യമുണ്ടാകും. You will have a boldness. നിനക്കൊരു പ്രാഗൽഭ്യം You will have a joy. നിനക്ക് You will സന്തോഷമുണ്ടാകും. have a hope of eternal life. നിത്യജീവന പ്രത്യാശ ഉണ്ടാകും. Yes, that Father Spirit is going to be with you. അതേ പിതാവിന്റെ ആത്മാവ് നിന്നോടുകൂടെ വസിപ്പാൻ പോകുന്നു. He says, I will never leave thee nor forsake thee. അവൻ പറയുന്നു, നിന്നെ ഞാൻ ഒരു നാളും I will never leave thee nor forsake thee. നിന്നെ ഞാൻ കൈവിടുകയില്ല.